അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് വളരെ പ്രയോജനമുള്ള ഒരു അമല് പരിചയപ്പെടുത്തി തരാം. എത്ര ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫലം ഇരട്ടിയാവും. പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ചെയ്യാം. അത്ഭുത ഫലം കിട്ടും. നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും അള്ളാഹു നമുക്ക് തരും. ഈ ഒരു ദിക്റിലൂടെയും ഈ ഒരു ദുആയിലൂടെയും നമുക്ക് എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കാനാവും. അതുപോലെ മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടും. ഈ ഒരു അമല് ഒരുപാട് പ്രതിഫലം കിട്ടിയിട്ടുണ്ട്. മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടാനായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നമുക്ക് മക്കളെ കിട്ടുക എന്നത്. നമ്മുടെ സമ്പത്താണ് നമ്മുടെ മക്കളില്ലാത്ത എത്രയോ പേര് ഈ ഭൂമിയിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഡോക്ടറെ കാണിക്കുകയും അതുപോലെ ചെക്കപ്പ് നടത്തുകയൊക്കെ ചെയ്തിട്ട് മാസാമാസം ടെസ്റ്റ് നടത്തുകയൊക്കെ ചെയ്തിട്ട് ഒരുപാട് വിഷമിക്കുന്നവരുണ്ട്. എങ്കിലും മക്കൾ ആവുന്നവർ ആ ഒരു മക്കളുടെ മൂല്യം മനസ്സിലാക്കാതെ ചിലർ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ മക്കളില്ലാത്തവർക്ക് ഒരുപാട് വിഷമമാണ്. ഒരു കുഞ്ഞിക്കാല് കാണാനായിട്ട് ഒരുപാട് ആഗ്രഹമാണ്. അവർക്ക് ഈ ഒരു അമല് ചെയ്യാം. ഉടനടി അള്ളാഹു നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ചു തരും. അത് ഉറപ്പാണ്. നിങ്ങൾക്ക് സ്വാലിഹായ മക്കളെ പടച്ച റബ്ബ് തരും. ഈ ഒരു അമല് ചെയ്തിട്ട് നമുക്ക് കടങ്ങൾ വീടാം. കടം ഒരുപാടുണ്ടാവും. സാമ്പത്തികമായിട്ട് നമ്മൾ ഒരുപാട് ബേക്കിലായിരിക്കും ഉണ്ടാവുക. നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വന്ന് കുമിഞ്ഞു മൂടും. അപ്പോൾ നമുക്ക് ഈ ഒരു അമല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദാരിദ്ര്യമൊക്കെ മാറിക്കിട്ടും. ജീവിതം വിജയിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേട്ടങ്ങൾ വരും. എന്താണോ നമുക്ക് ആഗ്രഹം അത് സാധിപ്പിച്ചെടുക്കാം. ഹൈറായ ആഗ്രഹമായിരിക്കണം, ഹലാലായ ആഗ്രഹം. ഹറാമായ ആഗ്രഹം, ആരെങ്കിലും പ്രണയിച്ചിട്ട് അയാളെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ദിക്റൊക്കെ ചൊല്ലി ദുആ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം തിരിച്ചടിയായിട്ടായിരിക്കും കിട്ടലുണ്ടാവുക. അതുകൊണ്ട് ഹറാമായ ആഗ്രഹങ്ങളൊന്നും ഇസ്ലാമിക ടിപ്സിലൂടെ നിങ്ങൾ ചെയ്യാതിരിക്കുക. അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കുക. അതിൻ്റെ കുറ്റവും കൂടി വാങ്ങി തലയിൽ വെക്കാതിരിക്കുക. ഹലാലായ ആഗ്രഹം എന്തുമാവട്ടെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇസ്ലാമിക ടിപ്സുകളൊക്കെ ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആഗ്രഹം സാധിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇന്ന് ചെയ്യേണ്ട ദിക്റ് ഞാൻ പറഞ്ഞു തരുന്നത് രാത്രി സമയങ്ങളിലാണ് നമ്മൾ ചെയ്യേണ്ടത്. തഹജ്ജുദിൻ്റെ സമയത്ത് ഹാജത്ത് നിസ്കരിച്ചിട്ടാണ് ഈ ഒരു ദിക്റ് ചൊല്ലേണ്ടത്. നമ്മൾ ഏത് അമല് ചെയ്യുമ്പോഴും അള്ളാഹു എനിക്ക് ഉത്തരം തരും, എൻ്റെ ദുആ അള്ളാഹു കേൾക്കുന്നുണ്ട് എന്നൊരു ഉറച്ച ബോധത്തോടു കൂടി തന്നെ ചെയ്യണം. ഞാനിത് ചൊല്ലിയാൽ ഇത് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു എനിക്കും ഇതിനുള്ള ഉത്തരം തരും, എൻ്റെ ദുആ സ്വീകരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് നല്ലൊരു നാൾ വരും എന്നൊരു മനസ്സോടു കൂടി വേണം നിങ്ങൾ ചൊല്ലാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നടക്കുമോ നോക്കട്ടെ അങ്ങനെ ചൊല്ലിയിട്ട് കാര്യമില്ല. എന്ത് ചൊല്ലുകയും ആണെങ്കിൽ നമ്മൾ ആത്മാർത്ഥതയോടെ കൂടിയിട്ട് ചെല്ലണം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചൊല്ലാവുന്നതാണ്. ആര് ചൊല്ലിയാലും നമുക്കിതിനുള്ള ഉത്തരം കിട്ടും. നമ്മുടെ സാമ്പത്തിക മുന്നോട്ടം ഈ ഒരു ദിക്റിലൂടെ നമുക്ക് മുന്നോട്ടെത്തിക്കാനായിട്ട് കഴിയും. അതുപോലെ ഐശ്വര്യം വന്നു ചേരും. ഷോപ്പിലൊക്കെ നല്ലൊരു ബറക്കത്ത് വന്നു ചേരും. വീട്ടിൽ ബറക്കത്ത് വരും. ദാരിദ്ര്യം മാറിക്കിട്ടും. ഒരുപാട് പ്രയോജനങ്ങളുള്ള ഒരു അത്ഭുത ദിക്റ് തന്നെയാണ് ഈ ഒരു ദിക്റ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചൊല്ലേണ്ടത് ഈ രൂപത്തിലാണ്. അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തഹജ്ജുദിൻ്റെ ആ ഒരു സമയത്ത് എഴുന്നേൽക്കുക. എന്നിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ടോ അല്ലെങ്കിൽ തഹജ്ജുദിൻ്റെ മുന്നേയോ നിങ്ങൾക്ക് ചെയ്യാം. എങ്ങനെ ആയാലും കുഴപ്പമില്ല. സുബഹിയുടെ മുന്നേ ആയിരിക്കണം ചെയ്യേണ്ടത്. സുബഹിയുടെ കുറച്ച് സമയം, ഒരു 10-20 മിനിറ്റ് മുന്നേ ആയിരിക്കണം ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾ 2 റക്അത്ത് ഹാജത്ത് നിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ മനസ്സിലുള്ള അതിയായ ആവശ്യം, ആഗ്രഹം മനസ്സിൽ കൊണ്ടുവന്ന് ആദ്യം അള്ളാഹുവിനോട് ഒന്ന് ദുആ ചെയ്യുക. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. അതിൽ 1-ാമത്തെ റക്അത്തിൽ എല്ലായ്പ്പോഴും പറയുമ്പോൾ തന്നെ 7 ഇഖ്ലാസ് സൂറത്ത് ഓതുക. വജ്ജഹ്തു ഫാത്തിഹ 7 ഇഖ്ലാസ് സൂറത്ത്. 2-ാമത്തെ റക്അത്തിനും ഫാത്തിഹയ്ക്ക് ശേഷം 7 ഇഖ്ലാസ് സൂറത്ത് പാരായണം ചെയ്യുക. ശേഷം നിങ്ങൾ ആ ഒരു നിസ്കാരം കംപ്ലീറ്റ് ചെയ്യുക, ഹാജത്തിൻ്റെ നിസ്കാരം. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്നിട്ട് പാപമോചനം ചെയ്യുക. ആദ്യം കുറച്ച് ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലി നിങ്ങൾ നബിയുടെ മേലെ സ്വലാത്തും ഹംദും ഒക്കെ പറഞ്ഞ് കൈകൾ ഉയർത്തി ദുആ ചെയ്യുക. എന്നിട്ട് നബിയുടെ ഹളറത്തിലേക്ക് എത്രയെങ്കിലും നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് ചൊല്ലുക.
ഇതൊക്കെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. എല്ലാ അമല് ചെയ്യുമ്പോഴും നമ്മൾ ഈ തുടക്കത്തിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫലം ഇരട്ടിയായിട്ട് കിട്ടും. നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റ് കൊണ്ട് നമ്മുടെ ദുആ സ്വീകരിക്കാണ്ടായി പോകുന്നതിനാണ് നമ്മൾ തുടക്കത്തിൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്. അതുപോലെ നബിയുടെ ഹളറത്തിലേക്ക് സ്വലാത്ത് ചൊല്ലിയാലും നമ്മുടെ ദുആയ്ക്ക് നബിയെ മുൻനിർത്തി നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ ദുആയ്ക്ക് ഫലം കിട്ടാൻ ഇരട്ടി ചാൻസ് ആണ്. അതുകൊണ്ടാണ് സ്വലാത്ത് മുമ്പും ശേഷവും ചൊല്ലാൻ പറയുന്നത്. മുമ്പ് സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് നിങ്ങൾക്കറിയാവുന്ന ഏത് സ്വലാത്ത് ചൊല്ലിയാലും കുഴപ്പമില്ല. ശേഷം നിങ്ങൾ ഈ ഒരു ദിക്ർ 100 പ്രാവശ്യം ചൊല്ലുക. നിങ്ങൾ ചൊല്ലേണ്ട ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹ റബ്ബി വ അത്തൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹ റബ്ബി വ അത്തൂബു ഇലൈഹി എന്ന് നിങ്ങൾ ആരോടും സംസാരിക്കാതെ സുബഹിക്ക് മുമ്പായിട്ട് 100 പ്രാവശ്യം ചൊല്ലുക. ഇങ്ങനെ നിങ്ങൾ ദിവസവും ചെയ്യുക. നമ്മൾ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. ഒരു ദിവസം മുടങ്ങാതെ ചെയ്യുക. പതിയെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങളിൽ വന്നു ചേരും. നിങ്ങൾ വിചാരിച്ചതിൽ അപ്പുറമായിട്ട് നിങ്ങൾക്ക് സാധിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും. നിങ്ങൾ ഈ ഒരു അമല് ചെയ്യുന്നത് ആരോടും പറയാതെ തന്നെ നിങ്ങൾ ചെയ്തോളി. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത്ഭുത ഫലം തന്നെ കിട്ടും. നമ്മൾ ജീവിതത്തിൽ പതിവാക്കുമ്പോഴാണ് നമുക്കതിനുള്ള മധുരം അനുഭവിച്ചറിയാനായിട്ട് കഴിയുക. അതുകൊണ്ട് ഈ ഒരു അമല് ജീവിതത്തിൽ ആ ഒരു തഹജ്ജുദിൻ്റെ സമയത്ത് നിങ്ങൾ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ അത്ഭുത ഫലം തന്നെയായിരിക്കും. ഇൻഷാ അല്ലാഹ് മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടും. പ്രയാസങ്ങളിൽ അകപ്പെടുന്നവർക്ക് പ്രയാസങ്ങൾ മാറിക്കിട്ടും. ഈ ഒരു അമലിലൂടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു സ്വാദിപ്പിച്ച് തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നിങ്ങളുടെയും എൻ്റെയും ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ വിലയേറിയ ദുആയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ ദുആയിൽ നിങ്ങളെയും കുടുംബത്തെയും ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. നമ്മുടെയൊക്കെ ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു നടത്തി തരട്ടെ ഇൻഷാ അല്ലാഹ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്.